ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ്സ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് കുറച്ച് ലൈക്കൊക്കെ തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് കുറേ കാലമായിട്ട് ഞാൻ വീഡിയോ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ് ഈ ടൈം ഫാമിൻ്റെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഈ ഒരു ടൈം ഫാമിൽ പുതിയൊരു ക്ലോക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ക്ലോക്ക് മേടിച്ചാൽ മാത്രമാണോ ബ്രോ നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടുക എന്നാണ് കുറേ ആൾക്കാർക്ക് ഡൗട്ട്. അതേപോലെ തന്നെ ഇതിന് മേടിക്കണോ, ഇനിയിപ്പോൾ മേടിച്ചിട്ട് വല്ല കാര്യമൊക്കെ ഉണ്ടോ ബ്രോ, എന്താണ് ടെലിഗ്രാം പ്രൊജക്റ്റൊക്കെ ഒരുപാട് നെഗറ്റീവ് അല്ലേ, നമ്മൾ ഇതിൽ പൈസ മുടക്കണോ എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിക്കുന്നവർക്ക് എൻ്റെ ഒരു അഭിപ്രായമായിരിക്കും ഞാൻ എന്ത് ചെയ്യുക പറയുക. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരിക്കലും പൈസ കൊടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനൊരു കൺക്ലൂഷനൊക്കെ കിട്ടും. അപ്പോൾ എന്താണ് ടൈം ഫാം ഒരു നെക്സ്റ്റ് ആയിരിക്കുമോ ഇല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആയിരിക്കുമോ എന്ന് നമുക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ വായിച്ചിട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല, ക്ലോക്ക് കൊണ്ട് കുറച്ചായി, എന്നാൽ അനൗൺസ്മെൻറ്റ് വായിക്കാം. ന്യൂ ടൈം വാച്ച് ഈസ് ഹിയർ. അപ്പോൾ എന്താണ് പുതിയൊരു വാച്ച് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു AMA സെഷനിലും അതേപോലെ തന്നെ മുമ്പ് തന്നെ അവർ അനൗൺസ്മെൻറ്റ് ചെയ്തൊരു കാര്യമാണ്, ഞങ്ങൾ ഒരു പുതിയ എയർ ഡ്രോപ്പിന് ഞങ്ങൾ ഒരു വാച്ച് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു വാച്ച് നിങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എയർ ഡ്രോപ്പിൻ്റെ ലെയിനിൽ ഫസ്റ്റ് വന്ന് നിൽക്കാം എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ വായിക്കാം. അപ്പോൾ ടൈം വാച്ച് ദ ഫസ്റ്റ് ടൈം പവേർഡ് ഐറ്റം ആസ് ലാൻഡഡ് ഇൻ ദ ടൈം ഫാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ടൈം എന്ന് ഉപയോഗിച്ചിട്ടുള്ളൊരു ടോക്കൺ ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു വാച്ച് വാങ്ങാൻ പറ്റുന്നത്. നമ്മൾ എത്ര കാലം വാങ്ങിയത് നമ്മുടെ കയ്യിലുള്ള സെക്കൻഡ്സ് കൊടുത്തിട്ടാണ് ഇല്ലെങ്കിൽ ടോൺ കൊടുത്തിട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റുന്നത് ഓൺലി ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ക്രോണോടെക്കിൻ്റെ അതിൻ്റെ ടോക്കൺ വെച്ചിട്ട് മാത്രമാണ് നമുക്കിവിടെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് ഉള്ളത് എന്നുള്ളൊരു കാര്യം അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു 50x ടോക്കൺ എവരി 12 hours. അപ്പോൾ നിങ്ങൾ ആൾറെഡി തന്നെ ഇപ്പോൾ മാക്സിമം ആയിട്ട് ഫാം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു 84,000 ഒക്കെ ആണെന്ന് വെക്കില്ലെങ്കിൽ 8,40,000 ആണെങ്കിൽ അതിൻ്റെ 50 ഇരട്ടിയായിരിക്കും ഇനി 12 hours നിങ്ങൾ ഫാം ചെയ്യാൻ പോകുന്ന സെക്കൻഡ്സിൻ്റെ കണക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 50 ഇരട്ടി എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു എത്രത്തോളം നിങ്ങളുടെ കയ്യിൽ സെക്കൻഡ്സ് ഉണ്ടെങ്കിലും അതിനൊക്കെ വളരെയധികം വാല്യൂ ഉണ്ടാവുമോ, വളരെയധികം വാല്യൂ കുറവാണെന്ന് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയും, ഈ ഒരു വാച്ചിന് ഒരു പ്രൈസ് ഉണ്ടല്ലോ. അപ്പോൾ 0.5 ടൈമാണ് ഈ ഒരു ടോക്കണിൻ്റെ ഇല്ലെങ്കിൽ ഒരു വാച്ചിന് അവർ ഈടാക്കുന്ന ടോക്കണിൻ്റെ അളവെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 0.5 ടൈം ടോക്കൺ എത്രയാണെന്ന് പറഞ്ഞാൽ ഒരു $6 $7 ഒക്കെ ആയിരിക്കും ഈ ഒരു ടൈം പറഞ്ഞിട്ടുള്ള ടോക്കണിൻ്റെ പാതി വില. എന്താണെന്ന് പറഞ്ഞാൽ $12 ഈ ഒരു ടോക്കണിൻ്റെ വില. അപ്പോൾ അതിൻ്റെ പാതി എടുക്കുമ്പോൾ നമുക്കൊരു $6 ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വെൻ വി റൺ ഡ്രോപ്സ് ദ ടൈപ്പ് വാച്ച് യു ഹോൾഡ് വിൽ മാറ്റർ ദോസ് വിൽ ന്യൂവസ്റ്റ് മോഡൽ വിൽ ബി ദ ഫസ്റ്റ് ഇൻ ലൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു നിങ്ങൾക്ക് ഡ്രോപ്പ് തരാൻ പോകുമ്പോൾ ഇത് നിങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡ്രോപ്പ് കിട്ടാനുള്ള സാധ്യതകൾ അവിടെ കിടക്കുന്നുണ്ട്. ടു ഗെറ്റ് ദ ന്യൂ ടൈം വാച്ച് യു വിൽ ബി നീഡ് ടൈം ടോക്കൺ. അപ്പോൾ ഈ ഒരു വാച്ച് വാങ്ങാൻ നമുക്ക് ടൈം കിട്ടണം. അപ്പോൾ എങ്ങനെയാണ് ടൈം വാങ്ങുക, അതിൻ്റെ ഒരു സ്റ്റോൺ ഫൈ എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് ടൈം വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വാച്ച് വാങ്ങാൻ പറ്റും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്താണ്, ഇത് വാങ്ങിയാൽ മാത്രമാണോ ഡ്രോപ്പ് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ്. അതിനുള്ളൊരു ആൻസറും അവർ താഴെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ന്യൂ ടൈം വാച്ച് പ്രിയോറിറ്റി ഓൺ ഡ്രോപ്പ്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടുമ്പോൾ നല്ലൊരു പ്രിയോറിറ്റി എന്ന് പറയുന്നുണ്ട്. മേ ബി കുറച്ച് ശതമാനം കൂടുതൽ കിട്ടാം എന്നുള്ളൊരു കാര്യമാണ് അവിടെ കിടക്കുന്നത്. ബട്ട് ഡോണ്ട് വറി, ഇഫ് യു സ്റ്റേ ആക്റ്റീവ് ആൻഡ് പ്ലേ ഫെയർ യു വിൽ ബി ഡെഫിനറ്റ്ലി ബി റിവാർഡഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആൾറെഡി തന്നെ ഇതിൽ ഏർലി യൂസറാണ്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കളിക്കുന്നുണ്ട്, റെഗുലർ ആയിട്ട് ഇത് ഫാം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡ്രോപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു വാച്ച് വാങ്ങണം എന്ന് പറയുന്നത് കമ്പൽസറി അല്ല എന്നുള്ളൊരു കാര്യമാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം മോർ ഡീറ്റെയിൽ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവർ ഒരു ഡീറ്റെയിലും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് ആ ഒരു കാര്യം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വാങ്ങുക, എവിടെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയേണ്ടത്. നിങ്ങൾക്ക് 1 ബില്യൺ എബോ എന്നുള്ളൊരു സെക്കൻഡ്സ് ടോക്കൺസ് നിങ്ങൾക്ക് കൈവശം ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് 2 ബില്യൺ 3 ബില്യൺ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാം. എന്താണെന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലാത്ത സെക്കൻഡ്സ് കൗണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലുള്ളത്. അതല്ലാതെ 100 മില്യണും 40 മില്യണും 50 മില്യണും 60 മില്യണും അങ്ങനെയുള്ള സെക്കൻഡ്സ് ഒക്കെ ആണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും വാങ്ങരുത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മേ ബി ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്രോണോടെക് എന്ന് പറയുന്നത് നല്ല കമ്പനിയാണ്, എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇതിന് ഒരുപാട് യൂസേഴ്സ് അല്ലേ ഉള്ളത്, ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ അവർക്കൊക്കെ ഓരോരോ റിവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും നല്ലൊരു റിവാർഡ് കിട്ടുക.
നല്ലൊരു റിവാർഡ് എന്ന് പറഞ്ഞാൽ ടെലിഗ്രാമിൽ നിന്ന് കിട്ടുന്ന ഒരു ഏകദേശം കിട്ടുന്ന ഒരു റിവാർഡൊക്കെ അവർക്കാണ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, വളരെയധികം കമ്മിയായിട്ട് അല്ലെങ്കിൽ വളരെയധികം കുറവായിട്ട് ചെറിയ മില്യൺ കണക്കിനൊക്കെ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇത് വാങ്ങണ്ടെന്നാണ് ഞാൻ എന്ത് ചെയ്യുക പറയുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വന്നിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വാച്ച് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതിയ ടൈം വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡിൽ നമ്മൾ 0.5 ടൈം കൊടുക്കണം. അപ്പോൾ ഞാൻ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ കൊടുക്കുന്നില്ല. എനിക്കിവിടെ നിന്ന് എന്ത് കിട്ടിയാലും എനിക്കത് മതി. ഞാൻ ഇതൊന്നും ഒരു ടോക്കൺ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ച ഒരാളാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല സ്ട്രാറ്റജികൾ ഉപയോഗിച്ചിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഈ ഒരു ടൈം ഫാമും ക്രോണോടെക് എന്ന് പറയുന്നുള്ള കമ്പനിയും. അപ്പോൾ ഇവർക്ക് ആൾറെഡി ഒരു ടോക്കണൊക്കെ ഉള്ള കാരണം നല്ലൊരു ഡ്രോപ്പൊക്കെ ആയിരിക്കും തരാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ പോകെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇതിൽ കയറാൻ തുടങ്ങി. എന്താണെന്ന് പറഞ്ഞാൽ ഹാംസ്റ്റർ വന്നപ്പോൾ തൊട്ട് ഭൂലോകത്തുള്ള ഒരു പാതി ആൾക്കാരെങ്കിലും ഹാംസ്റ്റർ കളിച്ചിട്ട് ഇങ്ങനെയുള്ള ക്രിപ്റ്റോ എയർ ഡ്രോപ്പുകളെ പറ്റി അറിയാൻ തുടങ്ങി. അങ്ങനെ അറിയാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ അവർ ഡിമാൻഡ് കൂടിയ കാരണം പൈസ ഇട്ടാലാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് തരുള്ളൂ എന്നുള്ള കണ്ടീഷൻ വെച്ചു. എന്നാലും ചില എയർ ഡ്രോപ്പുകളിൽ പൈസ ഇട്ടിട്ടും നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു ടെലിഗ്രാമിൻ്റെ സമയമൊക്കെ നമുക്ക് എന്താണ് കഴിഞ്ഞു. മേ ബി ഇനി കുറേ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നല്ലൊരു ഡ്രോപ്പ് തന്നാൽ മാത്രമാണ് ഇനിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ടെലിഗ്രാമിൽ വരുന്ന പ്രൊജക്റ്റുകളൊക്കെ അവർ എന്ത് ചെയ്യുള്ളൂ, ചൂസ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഇത് ടോൺ ബ്ലോക്ക് ചെയിനിലായപ്പോൾ ടോൺ ബ്ലോക്ക് ചെയിൻ വളരെയധികം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ ഒരു ടോൺ ബ്ലോക്ക് ചെയിനും ടെലിഗ്രാമും ഒക്കെ താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ വളരെയധികം പ്രോഫിറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പല ഡീപ്പിംഗ് പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഏതൊരു പ്രൊജക്റ്റ് ആയാലും നല്ല പ്രോഫിറ്റ് കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറേ കാലമായിട്ട് ഇതൊക്കെ ഫാം ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏതെങ്കിലും ഒന്നിന്ന് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്, ടെസ്റ്റ് നെറ്റുകളുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇതിൻ്റെ ഒരു ഫണ്ടിങ് ബേസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പ് കിട്ടിയ പ്രൊജക്റ്റിൽ നിന്ന് ഒന്നും നമുക്ക് എന്താണ് നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസുകളൊക്കെ കമ്മിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരെ ടൈം വാച്ചിലേക്ക് വന്നിട്ടുണ്ട്. ദിസ് വാച്ചസ് അലോ യു ടു ബി ദ ഫസ്റ്റ് ഇൻ ദ ലൈൻ ഇൻ കമ്മിങ് എയർ ഡ്രോപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആൾറെഡി തന്നെ പറഞ്ഞു, ഇത് വാങ്ങിച്ചാൽ മാത്രമല്ല നിങ്ങൾ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആവുക. അതേപോലെ തന്നെ അവർ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. യുവർ അക്നോളജ്മെന്റ് ആൻഡ് എഗ്രി ദ ടൈം ഫാം മേ ഓഫർ ഇൻ എ ഗെയിം അസെറ്റ് ഫോർ പർച്ചേസ്. ദിസ് ഇൻ ഗെയിം അസെറ്റ് ആർ ഓപ്ഷണൽ ആർ നോട്ട് റിക്വയർഡ് ടു പ്ലേ ദ ഗെയിം. നമ്മൾ ഈ ഗെയിം കളിക്കാൻ ഒരിക്കലും എന്താണ് ഇത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. നിങ്ങൾക്ക് ഇത് അവിടെ ഞാൻ കാണിച്ചു തരാം. ഇൻ ഗെയിം പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ളവിടെയാണ് ഞാൻ വായിച്ചത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതൊരു ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ബില്യൺ കണക്കിനൊക്കെ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കമ്പൽ ചെയ്യുന്നില്ല, ഞാൻ നിങ്ങൾക്കിത് വാങ്ങിച്ച് കാണിച്ചു തരുന്നില്ല. എങ്ങനെയാണ് വാങ്ങിക്കുക, അതേപോലെ തന്നെ എത്രത്തോളമൊക്കെ ആണെന്നുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരെ ഇവിടെ ഒരു ഗെറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ സ്റ്റോൺ ഫൈലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു ടോണായിട്ട് നമ്മുടെ ഏത് വാലറ്റിലേക്കാണോ ആ വാലറ്റിലേക്ക് നമ്മൾ വാങ്ങി വെച്ചിട്ട് ഇവിടെ വെച്ച് ബൈ കൊടുക്കാനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കിവിടെ 0.5 എന്ന് പറഞ്ഞിട്ടുള്ള ടൈം ടോക്കണാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് $6.50 ആയിരിക്കും നമുക്ക് ഇത് എന്താവുക, നമ്മൾ അത്രത്തോളം ടോൺ വർത്ത് കൊടുത്താൽ 2.03753635 എന്ന് പറഞ്ഞിട്ടുള്ള ടോൺ കൊടുത്താൽ മാത്രമാണ് നമുക്കിത് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എത്രത്തോളം ഡോളേഴ്സൊക്കെയാണ്, ഒരു 300-400 രൂപ ഇല്ലെങ്കിൽ ഒരു 300-400-500 രൂപേൻ്റെ ഉള്ളിലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെയധികം ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വളരെയധികം കമ്മിയായിട്ടുള്ള ആൾക്കാർ ഇത് വാങ്ങരുത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ബൈന്ന് കൊടുത്താൽ നമുക്ക് നേരെ അവിടെ വാലറ്റിലേക്ക് വാങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വാച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആൾറെഡി തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ അപ്ഗ്രേഡിൽ ഏറ്റവും സെക്കൻഡ്സ് കൊടുത്ത് ടോപ്പിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്രയാണോ കിട്ടുന്നത് ആ കിട്ടുന്നതിൻ്റെ 50% ആയിരിക്കും ഇനി കൂടുതൽ സെക്കൻഡ്സ് കിട്ടുക. അപ്പോൾ ഈ ഒരു 50% കൂടുതൽ കിട്ടുമ്പോൾ അതിന് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ എത്രത്തോളം സെക്കൻഡ്സ് ഒക്കെ ഉണ്ടോ ഇപ്പോൾ തന്നെ അത് P2P വഴി വിൽക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. ഞാനൊരിക്കലും വിൽക്കുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തൊട്ട് ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആളല്ലേ. അപ്പോൾ എന്തായാലും ഇത് കിട്ടട്ടെ എന്നുള്ള അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ വാലറ്റ് സെക്ഷനിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ബൈ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഏത് വാലറ്റാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ടൈം ടോക്കൺ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിന് കൂടുതലായിട്ടുള്ള വാല്യൂ വരാനുള്ള ഒരു
ഓപ്പർച്യൂണിറ്റി കൂടി എന്താണ് ഇങ്ങനെയുള്ളൊരു കാര്യത്തിലുണ്ട്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വളരെയധികം വാല്യൂ ഒക്കെ വരട്ടെ, നല്ലൊരു പ്രൊജക്റ്റായി ടൈം ഫോം മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ബില്യൺ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വാങ്ങാൻ ശ്രമിക്കുക, നിങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളായിക്കോട്ടെ, ഇല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുകളായിക്കോട്ടെ, ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അപ്ഡേറ്റുകളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഞാൻ എവിടെ ഇടുന്നുണ്ട്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, ഈ ഒരു ക്രിപ്റ്റോപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം, പൈസ ഉണ്ടാക്കുന്ന എന്തെങ്കിലും വഴികൾ പറയാം, അതൊന്നും നല്ല രീതിയിലുള്ള വഴികൾ പറയാം എന്നുള്ളൊരു കാര്യം, അങ്ങനെയുള്ള മറ്റു ആൾക്കാരെ പറ്റിക്കാത്ത രീതിയിൽ വഴികൾ പറയാം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ലിങ്കും പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എന്താണ് വളരെയധികം ആൾക്കാർക്ക് ഇപ്പോൾ വളരെ ആക്റ്റീവൊക്കെയാണ്, പഴയ പോലെ തല്ലൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ കയറുക. നിങ്ങൾക്ക് ആവശ്യം എന്താണോ, നിങ്ങൾക്ക് എന്താണോ യൂസ്ഫുൾ ആവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവന്ന് ഇട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും, എല്ലാവരും അതിൽ കയറുന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് പേരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയൊക്കെയാണ്. 1332 ആൾക്കാരോളം നമുക്ക് എന്താണ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ കയറുക. ടെലിഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ട് കയറുക. ഓരോ അപ്ഡേറ്റുകൾ ഇടുന്നുണ്ട്, ഡെയിലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, DP പ്രൊജക്റ്റുകൾ ഇടുന്നുണ്ട്. DP പ്രൊജക്റ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽറ്റീസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ DP പ്രൊജക്റ്റൊക്കെ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ കയറുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഫ്യൂച്ചറിലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്താണ് പുതിയ ഗിവ് അവേകളൊക്കെ നടത്താം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.